അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് നമ്മളെ വേദനിപ്പിക്കുകയും അത് നമ്മളും വീട്ടുകാരും തമ്മിൽ അകൽച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് കാണാനാകും എല്ലാവരും വാക്കോടും വാക്ക് പറഞ്ഞ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അത് ഒഴിവാക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുമായുള്ള ബന്ധം ഉറച്ചു നിൽക്കും. ഏരിസ് റൊമാൻസ്. നിങ്ങൾ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണെങ്കിൽ ഇന്ന് ഈ ചർച്ചകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാതയിൽ സുഗമമായി മുന്നേറും. മുമ്പുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ പ്രവർത്തനത്താൽ നീങ്ങിക്കിട്ടും. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നേറും. ഏരിസ് കരിയർ. വിജയിക്കണമെന്ന നിങ്ങളുടെ ഇച്ഛാശക്തി നല്ല ഫലം കൊണ്ടുവരും. ഊർജ്ജനില നല്ല അതിന്റെ ഉത്തുംഗത്തിലെത്തിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വിജയത്തിനായി ധൈര്യത്തോടെ പുതിയ നീക്കങ്ങൾ നടത്തുക. നിങ്ങൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്താണെങ്കിൽ തുടർച്ചയായി വിജയിക്കാനുള്ള നിങ്ങളുടെ ഇച്ഛയ്ക്ക് ഇന്ന് വിജയമുണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് തെറ്റായി ഒന്നും ചെയ്യാനാവില്ലെന്ന് തോന്നുന്നു. ഏരിസ് ഫൈനാൻസ്. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും ഇന്ന് നല്ല ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനായി നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ആരംഭിക്കാം. എന്നിരുന്നാലും ഒരു നല്ല ദിനത്തിൽ കരാറുകളിൽ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്നും എപ്പോഴും നിങ്ങളെ രക്ഷിക്കാനാകില്ലെന്ന് മനസ്സിലാക്കി കരാറുകൾ കൃത്യമായി വായിക്കുക. എന്തുമാകട്ടെ ഈ നല്ല ദിനത്തിന്റെ ലാഭമെടുത്ത് മുന്നോട്ടു പോകൂ. ഏരിസ് ഹെൽത്ത്. ആരോഗ്യത്തെക്കുറിച്ചാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിന്റെ ഉത്തുംഗത്തിലാണ്. ഈയിടെയായി നിങ്ങൾക്ക് വളരെയധികം ഊർജം ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതുപയോഗിച്ച് കുറച്ച് കൂടുതൽ വ്യായാമങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയും ലഭിച്ചിരിക്കുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി തുടരുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഉയർന്നു തന്നെ നിൽക്കുന്നത് കാണുമാറാകും. ടോറസ് ഓവർവ്യൂ. സുഹൃത്തുക്കളുമായി സന്തോഷിക്കുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുക. കഠിനാധ്വാനം മാനസിക പിരിമുറുക്കവും എല്ലാ ദിവസവും നിങ്ങളെ ഞെരുക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനും കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാനുമുള്ള ഒരു അവസരം ലഭിച്ചു. അത് നിങ്ങൾക്ക് റിലാക്സേഷനും ഉത്തേജനവും തരും. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ കാലുകൾക്കൊരു ലാഘവത്വമുണ്ട്. തമാശകൾ ചുണ്ടിന്മേൽ തത്തിക്കളിക്കുന്നുമുണ്ട്. അത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരെ വിനോദിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ആകർഷണ ശക്തി നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരെയും നല്ല രീതിയിൽ ബാധിക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ ആരെയോ ആകർഷിക്കുകയും ചെയ്യുന്നു. ഈ ദിനങ്ങൾ ആസ്വദിക്കുക. കാരണം അവ ആനന്ദപ്രദവും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾക്ക് നല്ലതുമാണ്. ടോറസ് കരിയർ. ഔദ്യോഗിക രംഗത്ത് ഇന്ന് ചില നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചില അവിചാരിത കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനും സാധ്യതയുണ്ടെന്ന് കാണുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിനമായിരിക്കുമെന്ന് കാണുന്നു. രാഷ്ട്രീയത്തിലുള്ളവർക്കും ഇന്ന് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കും. ടോറസ് ഫൈനാൻസ്. നിക്ഷേപത്തിന്റെ ഭാഗമായി വസ്തു വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കരാർ ഉറപ്പിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. ഇന്നുറപ്പിക്കുന്ന വസ്തു വ്യാപാരം ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണം നൽകും. അതൊരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലാഭം കൊണ്ടുവന്നേക്കാം. അത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സ്വാഗതാർഹമാണ്. 1781. നിലം അല്ലെങ്കിൽ കെട്ടിടം എന്നിവയുടെ രൂപത്തിൽ നിങ്ങൾ ഇന്നൊരു വസ്തുവ്യാപാരം നടത്തും. സാമ്പത്തിക ഇടപാടുകൾ, കരാറുകൾ എന്നിവയ്ക്ക് ഇത് നല്ല സമയമാണ്. പ്രത്യേകിച്ചും വസ്തുവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക്. നിലമോ കെട്ടിടമോ വാങ്ങി നിങ്ങളുടെ മൂലധന നിക്ഷേപം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ടോറസ് ഹെൽത്ത്. ഇന്ന് തീയുടെ അടുത്തായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സൂചനകൾ അനുസരിച്ച് ഇന്ന് തീയ്ക്കും ചൂടുമുള്ള വസ്തുക്കൾക്കരികിലിരിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ പരിക്കുകൾക്കുള്ള സാധ്യത കാണുന്നു. നിങ്ങൾക്ക് ചെറിയ പൊള്ളലുകൾക്കും അതുമൂലമുള്ള വേദനയ്ക്കും സാധ്യതയുണ്ട്. ചൂടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യെത്താവുന്ന ദൂരത്തിൽ തണുത്ത വെള്ളം കരുതുക. ശ്രദ്ധിച്ച് പെരുമാറുകയാണെങ്കിൽ ഇന്ന് അപകടങ്ങൾ ഒഴിവാകും. ജെമിനി ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ കുറച്ചു സമയത്തേക്ക് കൺഫ്യൂഷനിലായിരിക്കും. എന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ചിന്തയിലും തീരുമാനത്തിലും സ്ഥിരത കൈവരിക്കും. ഉടൻ തന്നെ നിങ്ങൾ ചെയ്യാനുള്ള പദ്ധതികൾ ചെയ്യുകയും നിങ്ങളുടെ മനസ്സ് പതറിപ്പോവുകയോ വ്യതിചലിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് മനസ്സിൽ വരുന്ന ആശയങ്ങൾ കുറിച്ചിടുകയും ചെയ്യുക. ജെമിനി റൊമാൻസ്. അനുരാഗത്തിൽ ഇന്ന് നിങ്ങളുടെ പങ്ക് ഒരു ശാന്തി ദൂതന്റേതാണ്. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ചില്ലറ വിടവുകൾ ഈയിടെ ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയില്ല. ഈ വിടവുകൾ നികത്തുവാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആകില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. വളരെ പ്രായോഗികമായി ചിന്തിക്കുക. കാര്യങ്ങൾ എളുപ്പം പൂർവ്വസ്ഥിതിയിലെത്തും. നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് ഒന്നകന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുക. ജെമിനി കരിയർ. ഒരു പുതിയ പദ്ധതിയിൽ തുടക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടുവാൻ ഏകാഗ്രമായുള്ള നിങ്ങളുടെ പ്രവൃത്തി സഹായിക്കും. ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിക്കുക.
അതിലുള്ള താല്പര്യം നിലനിർത്തുക. ആത്മവിശ്വാസവും അമിത മർദ്ദം നേരിടുവാനുള്ള നിങ്ങളുടെ കഴിവും വർദ്ധിപ്പിക്കുക. ഇടയ്ക്കൊരു പരാജയം നേരിടേണ്ടി വന്നാലും നിങ്ങൾ പിന്തിരിയരുത്. നിങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതുക. ജെമിനി. ഫൈനാൻസ്. ധനം വരിക എളുപ്പമല്ല. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം ദുർഭാഗ്യത്തിന്റെ ആ വിടവ് നികത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ പദ്ധതികളൊന്നും മുന്നോട്ടു പോകുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ സത്യത്തിൽ അവയെല്ലാം പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പരിതസ്ഥിതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശമല്ല. അതുകൊണ്ട് തന്നെ വേവലാതിയും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യും. വിചാരിച്ചത്ര പണം നിങ്ങളുടെ കയ്യിൽ വരും. എന്നാൽ ഇതെല്ലാം കഠിനാധ്വാനത്തിന് ശേഷം മാത്രം. ജെമിനി. ഹെൽത്ത്. നിങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ദിനമാണ്. പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുക. നിങ്ങൾ ഒരുപക്ഷെ മതിച്ചുല്ലസിച്ചില്ലായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ആസ്വദിക്കുന്നതിൽ പിശുക്ക് കാണിക്കില്ല. നിങ്ങളുടെ ദഹന വ്യവസ്ഥ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യമായ അസുഖങ്ങൾക്ക് സാധ്യതയില്ല. ക്യാൻസർ. ഓവർവ്യൂ. ഇന്ന് താങ്കൾ പല പ്രവൃത്തി രംഗങ്ങളിലും സന്തുഷ്ടനായി കാണപ്പെടുകയും ആയതിനാൽ താങ്കൾ നഗരത്തിൽ പോയി കൂട്ടുകാരോട് ഒത്തുചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അലമാരയിൽ കുറെ കാലം ഉപയോഗിക്കാതെ തൂങ്ങിക്കിടക്കുന്ന സൽക്കാരമേളകളിൽ ഉപയോഗിക്കാവുന്ന പ്രത്യേക വേഷം അണിയുകയും സ്വയം ആനന്ദിക്കുകയും ചെയ്യുക. ജോലി രംഗങ്ങളിലെ കാര്യങ്ങൾ സുഗമമായി പോവുകയും ഈ അടുത്തതായി നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും വളരെ യോജിപ്പുള്ളതുമാണ്. ക്യാൻസർ. റൊമാൻസ്. വളരെ വിശിഷ്ടവും രസകരവുമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടും. ഈ ബന്ധത്തിൽ ഒരുപാട് ജീവൻ ഉണ്ടാകും. കാരണം നിങ്ങൾ ഇരുവരും വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന മടുപ്പിനെ വെറുക്കുന്നു. ഈ വ്യക്തി നിങ്ങളെ എപ്പോഴും ഉണർന്നിരിക്കുവാൻ സഹായിക്കും. നിങ്ങൾ തിരിച്ചും. ക്യാൻസർ. കരിയർ. തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനും മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കാനുമായി നിങ്ങൾ ഒരു തൊഴിൽ ഉപദേശകനിൽ താൽപര്യം കാട്ടുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ഭാഗത്തെ ഇത് ഒരു ബുദ്ധിയുള്ള തീരുമാനമാണ്. എന്തെന്നാൽ നിങ്ങളുടെ തൊഴിൽപരമായ പദ്ധതികൾ വഴിയിലായി പോകും എന്ന് നിങ്ങൾക്ക് പിന്നീട് കാണാവുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് ശരിയായ പാതയിൽ തിരിച്ചു വരാൻ ഇന്ന് തയ്യാറാവുക. ക്യാൻസർ. ഫൈനാൻസ്. വിദേശവുമായി ബന്ധപ്പെട്ട ഉദ്യമങ്ങൾ ഇന്ന് ഭാഗ്യമുള്ളതും തിളക്കമുള്ളതുമാകും. നിങ്ങൾ വിദേശത്ത് ആസ്ഥാനമുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിന് വിദേശ ബന്ധങ്ങളുണ്ടെങ്കിൽ, ആ ബന്ധങ്ങൾ ഇന്ന് ഒന്നിൽ കൂടുതൽ തരത്തിൽ ഗുണം ചെയ്യും. ഒരുപക്ഷെ വിദേശത്തുള്ള നിങ്ങളുടെ ആ ഉപഭോക്താവുമായി ബന്ധപ്പെട്ട് ധീരമായ കച്ചവട നീക്കങ്ങൾക്ക് ഇതായിരിക്കണം ഏറ്റവും പറ്റിയ സമയം. വിദേശവുമായി വാർത്താവിനിമയ ബന്ധങ്ങൾ തുറന്നു വയ്ക്കുക. ക്യാൻസർ. ഹെൽത്ത്. ചെറിയ ദഹന സംബന്ധിയായ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ടുണ്ടാകുന്ന വയറുവേദനയ്ക്കും മാനസിക പിരിമുറുക്കത്തിനും ഇതിന് എന്നേക്കുമായി ഇല്ലാതാക്കാനാകും. ഇതിനെല്ലാം കാരണമായേക്കാവുന്ന പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. അതുകൂടാതെ എന്തെങ്കിലും മാനസിക പിരിമുറുക്കത്തിന് നിങ്ങൾ അടിമയാണെങ്കിൽ അതിൽ നിന്നും പുറത്തെങ്ങനെ കടക്കുമെന്നതിനുള്ള വഴി കണ്ടെത്തുക. നിങ്ങൾ വിജയിച്ചാൽ അത് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും. ലിയോ. ഓവർവ്യൂ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദത്തെ ബലപ്പെടുത്തും. സുഹൃത്തുക്കൾ പലപ്പോഴും വന്നും പോയും ഇരിക്കും. എന്നാൽ ഈ പ്രത്യേക വ്യക്തി എപ്പോഴും നിങ്ങളുടെ പ്രയാസങ്ങളുടെ കൂടെ കാണും. നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്തവരുടെ സഹായത്തിനായി നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടു പോവുക. ഈ സഹായം ഏതാണ് വെറും ചെറിയ ഈ സൗഹൃദമെന്നും നീണ്ട സൗഹൃദമെന്നും തിരിച്ചറിയാൻ സഹായിക്കും. ലിയോ. റൊമാൻസ്. ഇന്ന് നിങ്ങളെ പിന്തുണയ്ക്കുവാൻ, നിങ്ങൾക്ക് നല്ല ഊർജവും പ്രേരണയും നൽകുവാൻ മാത്രം നിങ്ങളുടെ ചുറ്റിലുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ ആരെന്നും ആരൊക്കെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഒരുപക്ഷെ വളരെ വ്യക്തമായി നിങ്ങൾ ഇന്ന് കാണും. നിങ്ങളുടെ അനുരാഗ പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ ബന്ധം സ്ഥായിയായിക്കൂടാ? ലിയോ. കരിയർ. തൊഴിൽപരമായി ഫലം തരുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്ന ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് ലാഭം കാണാൻ സാധിക്കും. താഴേക്കിടയിലുള്ളവരെ കൂടുതൽ സഹായിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖല ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള മുന്നേറ്റത്തിനായുള്ള ശ്രദ്ധാകേന്ദ്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ നിർവഹണം ആളുകൾ നിരീക്ഷിക്കുകയും യഥാസമയം നിങ്ങൾക്ക് വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ലിയോ. ഫൈനാൻസ്. നിങ്ങളൊരു വ്യാപാരിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലാഭം വളരെ ലഭിക്കുന്നതായി കാണാം. വേണമെങ്കിൽ ഈ സമയം വ്യാപാരം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും ഉപയോഗിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അവർക്ക് നൽകാവുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വ്യാപ്തി വർദ്ധിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
അവരെ പിന്തുടരുന്നതിൽ വീഴ്ച വരുത്താതിരുന്നാൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകും. Leo, ഹെൽത്ത്. ചെറിയ ദീനങ്ങൾ ഇന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. നിങ്ങളിൽ ചിലർക്ക് ജോലി സംബന്ധിയായ മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം. വീട്ടിലെ അന്തരീക്ഷം മോശമാക്കുന്നതിനായി ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളും വിപരീതമായ വൈകാരിക വികാരങ്ങളും ഉയർന്ന പ്രതീക്ഷകളും പ്രധാന കണ്ണികളെന്ന് ഓർമ്മ വേണം. നിങ്ങളിൽ ചിലർക്ക് വീണ്ടും ഉന്മേഷവാനാകുവാനായി വിശ്രമം ആവശ്യമാണ്. Virgo, ഓവർവ്യൂ. ഇന്ന് നിങ്ങളെ അടുത്ത സുഹൃത്തുക്കൾ സഹായിക്കുകയും നല്ല ഉന്മേഷത്തിൽ നിർത്തുകയും ചെയ്യും. ഈ അടുത്ത ബന്ധങ്ങൾ നിലനിർത്താനും അവരെ നല്ല രീതിയിൽ നയിക്കുന്നതിനും കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും തുറന്ന സംഭാഷണത്തിനും സൗഹൃദത്തിനുമായി തീരും. ഇന്ന് നിങ്ങൾ എല്ലാ സൗഹൃദവും സന്തോഷവും വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യുക. Virgo, റൊമാൻസ്. വീട്ടിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും ഇന്ന് നീങ്ങിക്കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയുമായി വിവാഹ നിശ്ചയം നടത്തുവാൻ വീട്ടുകാർ അനുകൂലമല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നം നിങ്ങൾ വളരെ സുഗമമായി തീർത്തെടുക്കും. നിങ്ങളുടെ അനുരാഗ ജീവിതം നല്ല നിലയിൽ പോകുന്നതിന്റെ മുഴുവൻ ഗുണങ്ങളും സ്വായത്തമാക്കുക. Virgo, കരിയർ. കാണാൻ കഴിയും നിങ്ങളുടെ സഹപ്രവർത്തകരും മേലധികാരികളും എങ്ങനെയാണെന്ന് കുറച്ചുകൂടി നന്നായി കണ്ടെത്താൻ ലഭിച്ച നല്ലൊരു അവസരമായിരിക്കും ഇത്. ഇത് തൊഴിൽ സംബന്ധമായ ഒരു അന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇന്ന് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറുക. Virgo, ഫൈനാൻസ്. ചില സാമ്പത്തിക കരാറുകൾ പൂർത്തീകരിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. സാമ്പത്തിക ഇടപാടുകളിൽ അമിത റിസ്ക് എടുക്കേണ്ടുന്ന ദിനമല്ലിന്ന്. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികൾ ഉപേക്ഷിച്ച് മെല്ലെ പണമുണ്ടാക്കുന്നതിലേക്ക് തിരിയുക. Virgo, ഹെൽത്ത്. ഈയിടെയായി നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യ സൗന്ദര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയാകാതിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ നിങ്ങൾക്കാവശ്യമായ മനസ്ഥൈര്യവും ആത്മവിശ്വാസവും നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ദയയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അഭിമാനവും സന്തോഷവും തോന്നുമാറാക്കുക. നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഈ ഊർജം മറ്റുള്ളവരിലേക്ക് താനേ പടരും. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വാസ്ഥ്യവും ആത്മവിശ്വാസവും വീണ്ടെടുക്കുവാൻ സഹായകരമാകും. Libra, ഓവർവ്യൂ. പഴയ ഓർമ്മകൾ വന്നതുകൊണ്ടാകാം നിങ്ങളുടെ മുഖത്ത് പെട്ടെന്ന് പുഞ്ചിരി പ്രത്യക്ഷമായത്. ചെറിയ സന്തോഷം നൽകുന്ന ഈ ദിവസം ഭാഗ്യകരവും ശ്രദ്ധാകർഷിക്കുന്നതുമാകും. ഈ വസ്തുതയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ മനസ്സെന്താണെന്ന് അറിയാൻ സാധിക്കുന്നു. ഈ ദിവസം നിങ്ങൾ ഭാഗ്യവാനാണെന്ന് കരുതുക. Libra, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളി ഈയിടെയായി കൂടുതൽ ആക്രമണ സ്വഭാവത്തോടെ പെരുമാറുന്നതിനാൽ വ്യക്തമായി കാണുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് അവരുമായി സംസാരിക്കേണ്ടതുണ്ട്. സംസാരിക്കുവാനായി സമയമെടുക്കുക. നിങ്ങളുടെ ഇംഗിതങ്ങൾ വ്യക്തമാക്കുക. അങ്ങനെ സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. നിങ്ങൾ ഇരുവരും ഇന്ന് പരസ്പരം പറയുന്നത് ശ്രദ്ധിക്കും. അത് നിങ്ങളെ തമ്മിലുള്ള ധാരണ കൂടുതൽ വളർത്തുകയും ചെയ്യും. Libra, കരിയർ. ചില സമയം നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാകുന്ന ചലനങ്ങൾ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളെയാക്കാം. ചിലതരം വിശ്രമമില്ലായ്മ നിങ്ങളുടെ മനസ്സിൽ കളിയാടുന്നുണ്ട്. നിങ്ങളുടെ മാനവ വിഭവശേഷിയുടെ സാധ്യതകളെക്കുറിച്ചോ നിങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മുതിർന്നയാളോടോ സംസാരിക്കുക. Libra, ഫൈനാൻസ്. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും ഭാവിയിലേക്കായി എന്തെങ്കിലും സ്വരൂപിച്ചു വെക്കണമെന്നും ഇന്ന് നിങ്ങൾ തീരുമാനിക്കും. ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്കായി എവിടെ നിന്നാണ് നിങ്ങൾ പണം സ്വരൂപിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം. എന്നിരുന്നാലും സുരക്ഷിതമായ ഭാവിക്ക് ഇത് ഒരു ആവശ്യവുമാണ്. അവിചാരിതമായി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പണം ലഭിക്കുന്നുവെങ്കിൽ അത് ഉടൻ ബാങ്കിൽ നിക്ഷേപിക്കുക. അതിൽ നിന്നുള്ള പലിശ മുതലിന്റെ കൂടെ കൂടട്ടെ. Libra, ഹെൽത്ത്. മാനസികവും ശാരീരികവും വൈകാരികവുമായ സ്വാസ്ഥ്യത്തിനു വേണ്ടി ഇന്ന് പ്രവർത്തിക്കുക. ശാരീരിക സ്വാസ്ഥ്യത്തിനായി ജിമ്മിൽ പോകുക. മാനസികവും വൈകാരികവുമായ സ്വാസ്ഥ്യത്തിനും നിലനിൽപ്പിനുമായി യോഗ ശീലമാക്കുക. ഈ വ്യായാമങ്ങൾക്ക് ശേഷം നിങ്ങൾ കൂടുതൽ കേന്ദ്രീകൃതവും ശക്തിയുള്ളതുമായി മാറും. നിങ്ങളുടെ ആരോഗ്യവും ആത്മവിശ്വാസവും കൂടും. Scorpio, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ പിരിമുറുക്കം വലുതാണ്. പക്ഷേ നിങ്ങളുടെ വിടുതൽ നിങ്ങളെ സഹായിക്കും. ഇന്ന് ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്. അവർ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുക. തുറന്ന മനസ്സോടെ പുഞ്ചിരിയോടെ അവർ പറയുന്നതനുസരിച്ചാൽ അവർ തിരിച്ചും നിന്നെ സഹായിക്കും. ഇന്ന് വീടിനെ സംബന്ധിച്ച് നിനക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. Scorpio, റൊമാൻസ്. ഇന്ന് നിങ്ങൾ നോക്കുന്നിടത്തൊക്കെ അനുരാഗം കാണും. അത് നിങ്ങൾ ഒറ്റയ്ക്കുള്ള വ്യക്തിയായതുകൊണ്ട് പങ്കാളിയോട് കൂടിയുള്ളതാകട്ടെ.
നിങ്ങളുടെ കയ്യിലുള്ള അധിക സമയം നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ ക്രിയാത്മകമാകുവാനും അങ്ങനെ നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുവാനുമുള്ള അവസരം തരും. നിങ്ങൾക്കൊരു പങ്കാളിയുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ അനുരാഗപൂർണമായ ഒരു പ്രവൃത്തി കൊണ്ട് ആശ്ചര്യപ്പെടുത്തുവാൻ നോക്കുക. അവർ അത് ശ്രദ്ധിക്കും, നിങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. സ്കോർപിയോ. കരിയർ. സഞ്ചാര മേഖലയിൽ ജോലി ചെയ്യണമെന്ന ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാൻ പറ്റിയ ഒരു ദിനമാണിന്ന്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണും കാതും തുറന്നു വയ്ക്കുക. ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ന് അവസരങ്ങളുടെ തള്ളിക്കയറ്റമായിരിക്കും. ട്രാവൽ ഏജൻസികൾ, എയർലൈൻസ് എന്നിങ്ങനെ പലരും നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതകൾ തെളിയിക്കും. സ്കോർപിയോ. ഫൈനാൻസ്. ഇന്ന് യാത്രയ്ക്കും ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ വാങ്ങുവാനുമായിരിക്കും പണം ചിലവാകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം ദയാലുവാണ്. എന്നാൽ അതുമൂലം നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നു. അത് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു. താങ്ങാവുന്നതിൽ കൂടുതൽ ചിലവാക്കരുത്. എന്നാൽ നിങ്ങൾക്കും ലഭിക്കുന്നവർക്കും സന്തോഷമുണ്ടാകുന്ന സമ്മാനങ്ങൾ കൊടുക്കുവാൻ മടിക്കേണ്ട. ചിലവാക്കാനുള്ള പണം കയ്യിലുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ദിനമാണിന്ന്. സ്കോർപിയോ. ഹെൽത്ത്. ഇന്ന് സന്തോഷമുണ്ടാകുവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് അധ്വാനം വേണം. അനാവശ്യ മാനസിക പിരിമുറുക്കം തലയിലേറ്റുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. എല്ലാറ്റിന്റെയും നല്ല വശം കാണുക. പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ ചില സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ നല്ല വശങ്ങളെ കാണുവാൻ സഹായകരമാക്കിയേക്കും. കൂടാതെ ഇത് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് പുറമെ നിങ്ങളുടെ സ്വന്തം സന്തോഷവും വർദ്ധിപ്പിക്കും. സജിറ്റേറിയസ്. ഓവർവ്യൂ. നിയമപ്രശ്നങ്ങൾ എല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളവും ഉണ്ടാവുവാൻ പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. സജിറ്റേറിയസ്. റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിന്റെ ശക്തി കാണുവാനും അത് അവരുമായി പങ്കുവയ്ക്കുവാനുമുള്ള ദിനമാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ മാത്രമല്ല വൈകാരികവും ബുദ്ധിപരവുമായ ആവശ്യങ്ങളും ഇന്ന് പൂർത്തീകരിക്കും. നിങ്ങളുടെ അനുരാഗരാശി ഇന്ന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഗുണം അനുഭവിക്കുക. ദീർഘകാലമായി ബന്ധമുള്ള പങ്കാളികൾ അവരുടെ ഈ ദീർഘകാല ബന്ധത്തെ ശ്ലാഘിക്കും. സജിറ്റേറിയസ്. കരിയർ. അടുത്തിടെ ഉണ്ടായ ഒരു സ്ഥലമാറ്റം നിങ്ങളെ നിരാശനും അതൃപ്തി നിറഞ്ഞവനുമാക്കിയതായി ഇന്ന് കാണാം. നിർഭാഗ്യവശാൽ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുവാനായി വളരെ കുറച്ചേ നിങ്ങൾക്ക് ചെയ്യുവാനാകുകയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ചെയ്യാനാകാവുന്നത് ഇപ്പോഴത്തെ പരിതസ്ഥിതിയുമായി പൊരുത്തപ്പെടുകയും സന്തോഷമായിരിക്കുകയും മാത്രമാണ്. സജിറ്റേറിയസ്. ഫൈനാൻസ്. ഇന്ന് ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് കുറച്ച് പണം ലഭിക്കും. ലോട്ടറി വാങ്ങുന്ന ശീലം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് വാങ്ങുന്ന വാഹനത്തിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ നമ്പർ നിങ്ങളുടെ ഭാഗ്യ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് മുഴുക്കെ ഈ ഭാഗ്യം നിങ്ങളോടൊത്തുണ്ടാകും. അത് ഉപയോഗപ്പെടുത്തുക. കുറച്ച് നീക്കിയിരിപ്പിനായി പ്രയത്നിക്കുക. കുറച്ച് അധിക വരുമാനത്തിനും. സജിറ്റേറിയസ്. ഹെൽത്ത്. ഇന്ന് നിങ്ങൾ വളരെ ആവേശത്തിലാണെന്ന് തോന്നും. അടുത്ത കാലത്ത് ആവേശത്തിന് ഉറക്കം ലഭിച്ചതിനാലാണത്. പുതുതായി കണ്ടെത്തിയ ഈ ഊർജം ഉപയോഗിച്ച് കുറച്ച് ശുദ്ധവായുവും വ്യായാമവും സ്വന്തമാക്കുക. നിങ്ങളിലെ ഊർജം ഇരട്ടിക്കുന്നത് കാണാം. നിത്യേന വ്യായാമം ഒരു ശീലമാക്കിയാൽ അത് നിങ്ങളുടെ പകലുകളെ ആരോഗ്യപ്രദമാക്കും, രാത്രികൾ ശാന്തവും. കാപ്രിക്കോൺ. ഓവർവ്യൂ. ഇന്നത്തെ വീട്ടിലെ അന്തരീക്ഷം സന്തോഷവും ആനന്ദവും നിറഞ്ഞതായിരിക്കും. സാധാരണ ചിലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇന്ന് കുടുംബവുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും കൂടുതൽ സമയം സംസാരിച്ചും ചാറ്റ് ചെയ്തും നിങ്ങൾക്കിടയിലെ ബന്ധം ദൃഢപ്പെടുത്തും. കാപ്രിക്കോൺ. റൊമാൻസ്. ഇന്ന് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ബന്ധത്തിന് പുറത്തൊരു ബന്ധം തേടിപ്പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് വൈഷമ്യം വരുത്തും. ഹ്രസ്വകാല സുഖം അത് വരുത്തുന്ന വിപരീതാവസ്ഥ ഉന്മൂലനം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടെ നിങ്ങൾക്കുള്ള പ്രതിജ്ഞാബദ്ധതയും കൂറും തീർത്തും ഇന്ന് പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അതൊരു അപസ്വരത്തിന് കാരണമായേക്കാം. എത്ര ആകർഷകമെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടുക തന്നെ വേണം. കാപ്രിക്കോൺ. കരിയർ. ഇന്ന് ഔദ്യോഗിക രംഗത്ത് നിങ്ങളെ ഒരു സുപ്രധാന ചുമതല ഏൽപ്പിക്കപ്പെടും. എന്നാൽ ഈ പദ്ധതിയിൽ വിജയം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ കൂടെയുള്ളവരിൽ ഉന്മേഷം ഉണ്ടാക്കുകയും അവരുടെ ക്രിയാത്മകത ഉപയോഗിക്കുകയും വേണം. നിങ്ങളുടെ വാർത്താവിനിമയത്തിനുള്ള കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. വിജയം ലക്ഷ്യം കൈവരിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതിക്കും ഉപകാരപ്രദമായി തീരും. കാപ്രിക്കോൺ. ഫൈനാൻസ്. ഇന്ന് വിലപിടിപ്പുള്ള ഒരു വസ്തു കളഞ്ഞു പോകുവാൻ സാധ്യത കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എവിടെ വയ്ക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും.
എവിടെ നിന്നെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വസ്തു എടുക്കുകയാണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അതിന്റെ സ്ഥാനത്ത് വെക്കുമെന്ന് ഉറപ്പുവരുത്തുക. അതുവഴി അത് എവിടെയെങ്കിലും വെച്ച് മറക്കുന്നില്ലെന്നും. Capricorn, ഹെൽത്ത്. ഇന്ന് ഉറങ്ങുന്നതിനു മുമ്പേ മനസ്സിനെ ശാന്തമാക്കുവാനായി കുറച്ചുനേരം ധ്യാനത്തിലേർപ്പെടുക. ഈയിടെയായി നിങ്ങൾക്ക് ചിന്തിക്കുവാൻ അനവധിയുണ്ട്. അത് നിങ്ങളുടെ രാത്രികളെ ഉറക്കമില്ലാതാക്കിയിരിക്കുന്നു. സ്വയം നിയന്ത്രണത്തിനുള്ള ചില ഉപാധികൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിന്നെ ഉറക്കമില്ലായ്മ ഇല്ലാതാക്കാം. കാലത്തെ ഉണർവോടെ എഴുന്നേൽക്കുകയുമാവാം. Aquarius, ഓവർവ്യൂ. ചില സന്ദർഭങ്ങളിൽ ഉടനെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ സഹായം ലഭിച്ചുവെന്ന് വരില്ല. അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മാനസികമായി തളർന്നുവെന്ന് വരാം. പക്ഷേ നിങ്ങൾ ഒന്നോർക്കുക, എല്ലാവർക്കും അവരുടേതായ പരിമിതികളുണ്ട്. ശരിയായ രീതിയിൽ വിലയിരുത്താതെ ആരുടെയും സ്വഭാവം തീർച്ചപ്പെടുത്തരുത്. മറിച്ച് എത്ര വലിയ വെല്ലുവിളികളെയും നേരിടുവാനുള്ള കരുത്ത് തന്നിലുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കുകയും വേണം. Aquarius, റൊമാൻസ്. ഇന്ന് സ്നേഹം വരുന്നത് വളരെ അപ്രതീക്ഷിതമായ ഒരു കോണിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ വളരെ കാലമായുള്ള ഒരു സുഹൃത്തിൽ നിന്ന്. ഈ വികാരങ്ങൾ വളരെ കാലമായി വിടരുകയായിരുന്നു. ഇപ്പോൾ അതിന് പൂത്തുലയുവാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പങ്കാളിയുണ്ടെങ്കിൽ ഇന്ന് ലഭിക്കുന്ന അധിക സമയം നിങ്ങളുടെ പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്നേഹവും മറ്റും അവർക്ക് മുകളിൽ കോരിച്ചൊരിയുക. Aquarius, കരിയർ. ജോലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർഗവൈഭവമുള്ളതും പരമ്പരാഗതം അല്ലാത്തതുമായ ഉപായം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇന്ന് നിങ്ങൾക്ക് ലാഭകരമാകും. യുക്തിയുക്തമല്ലാത്ത രീതിയിലുള്ള ചിന്തകൾ പ്രതിഫലം നൽകുമെന്ന് ചിന്തിക്കുന്നത് നന്ന്. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾക്ക് അതിശയകരമായ രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇതിലൂടെ സാധ്യതയുണ്ടാകും. അങ്ങനെ പ്രവൃത്തി സമയവും സംഘർഷങ്ങളും കുറയ്ക്കുന്നതിനും സഹായകമാകും. Aquarius, ഫൈനാൻസ്. ഒരു പുതിയ കാറിന്റെ കാര്യം ആലോചനയിലുണ്ടായിരുന്നുവെങ്കിൽ അതിന്ന് പ്രാവർത്തികമാക്കുക. ഒരു കാർ വ്യാപാരിയെ കാണുക, അല്ലെങ്കിൽ ഷോറൂമിലേക്ക് പോകുക. എന്തു വേണമോ അത് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട കാർ കണ്ടെത്തിയാൽ ഉടൻ അത് വാങ്ങുവാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുക. നിങ്ങൾക്കത് സംതൃപ്തി നൽകും. Aquarius, ഹെൽത്ത്. ഇന്ന് നിങ്ങളുടെ തൊലി ജ്വലിക്കുന്നതായും ആരോഗ്യം വമിക്കുന്നതായും തോന്നും. നിങ്ങൾ ലോകത്തിന്റെ ഉച്ചിയിലെന്ന് തോന്നും. ഈയിടെയായി നിങ്ങളുടെ തൊലിക്ക് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നുവെങ്കിൽ അതിന് വളരെ വ്യത്യാസം തോന്നും. ഇത് എത്രയും നന്നായി ഉപയോഗിക്കുക. Pisces, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ സ്നേഹിതയും കുടുംബവുമായി ഒന്ന് പുറത്തു പോകുന്നതിന് പറ്റിയ സമയമാണ്. വളരെ കഠിനമായും തത്വപരമായും ചിന്തിക്കരുത്. ഈ സമയം വളരെ പെട്ടെന്നുള്ള സമ്മർദ്ദത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ അവസരം വളരെ പ്രയോജനപ്പെടുത്തി എല്ലാവരുമായി ഒരുമിച്ച് സന്തോഷിച്ച് കളിതമാശകൾ പറഞ്ഞ് രസിക്കുക. Pisces, റൊമാൻസ്. നിങ്ങളുടെ ഇപ്പോഴുള്ള അനുരാഗത്തിലേക്ക് ഒരു പുതിയ അത്ഭുതം കയറി വരും. അതുകൊണ്ട് തന്നെ ഉന്മേഷകരമായ ചില മാറ്റങ്ങൾക്ക് തയ്യാറായിക്കൊള്ളുക. ഇരുവരുടെയും സാമീപ്യം ഇരുവർക്കും പരസ്പരം ചില അനുരാഗ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ സഹായകരമാക്കും. അത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ ജീവൻ കയറ്റിവിടും. നിങ്ങൾ പരസ്പരം കൂടുതൽ വിശ്വാസവും പക്വതയും കൈവരിക്കുന്നതും സ്നേഹം പങ്കിടുവാൻ കൂടുതൽ ക്രിയാത്മകമായ വഴികൾ കണ്ടെത്തുന്നതും നിങ്ങളുടെ ബന്ധത്തിന് ഗുണം ചെയ്യും. Pisces, കരിയർ. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കും. നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ മെച്ചപ്പെടുത്താനോ മാറ്റുവാനോ ആണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാനായി ഇപ്പോൾ വളരെ കഠിനമായി യത്നിക്കുകയും ഈ മുന്നണിയിൽ നിങ്ങൾക്ക് പ്രകടമായ ചലനം ഉണ്ടാവുന്നതും കാണാൻ കഴിഞ്ഞേക്കാം. Pisces, ഫൈനാൻസ്. വിനോദവുമായി ബന്ധപ്പെട്ട ഒരു രംഗത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് സാമ്പത്തികമായി നിങ്ങൾക്ക് ശുഭകരമായ ദിനമാണ്. ഇന്ന് നിങ്ങൾക്ക് വളരെ ലാഭദായകരമായ ഒരു പദ്ധതി ലഭിക്കും. അത് നിങ്ങളുടെ ഔദ്യോഗിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ കാരണമാക്കും. ഈ പദ്ധതിയിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുക. കാരണം അത് ഇതിലും വലിയത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുവാൻ കാരണമാണ്. Pisces, ഹെൽത്ത്. നിങ്ങൾക്ക് രക്തസമ്മർദ്ദപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നും നല്ല ശമനമുള്ളതുപോലെ തോന്നും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പൊതുവെ ഇന്ന് നല്ലതായിരിക്കും. നിങ്ങൾ അതിനനുസരിച്ച് വ്യായാമങ്ങളും ഭക്ഷണക്രമങ്ങളും ചിട്ടപ്പെടുത്തും. അത് നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാക്കും. നിങ്ങളുടെ തടി തുടർച്ചയായി കൂടുന്നുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുവാൻ പറ്റിയ ദിനമാണ്. അത് നിങ്ങളെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ സഹായിക്കും.